ഭർത്താവിന്റെ തൃപ്തി വാങ്ങിക്കാൻ നോക്കണം. റസൂലുള്ളാഹിന്റെ ഹദീസിൽ അങ്ങനെയല്ലേ ഉള്ളത്? എന്താ ഹദീസിൽ? ഒരു പെണ്ണ് മരണപ്പെട്ടു, വഹിയ വസൗജുഹ അൻഹാ റാദിൻ, അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ട ആളാണ്, ഭർത്താവിന് അവളെ വളരെ തൃപ്തിയാണ്. അങ്ങനെ ആയിട്ട് മരണപ്പെട്ടാൽ വജബത്ത് ലഹുൽ ജന്ന, അവൾക്ക് എന്ത് നിർബന്ധമാണ്? സ്വർഗം നിർബന്ധമാണ്. ഭർത്താവ് ദീനി സേവകനാണെങ്കിൽ, ദീനി സേവനത്തിന് വേണ്ടി പോകുന്ന ഭർത്താവിന് വേണ്ടി തന്റെ ശരീരവും സൗന്ദര്യവും ചാരിത്രവും കാത്തു സൂക്ഷിച്ചൊരു പെണ്ണ് ജീവിക്കുകയാണെങ്കിൽ, അയാൾ ദീനിന് വേണ്ടി എന്ത് സേവനമാണോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേപോലത്തെ സേവനം ആരുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടും. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പഠിപ്പിക്കാനും ഞാൻ ദർസ് നടത്താനും വേണ്ടി പോന്നിരിക്കുകയാണ്. എന്റെ ഭാര്യ അവളുടെ ചാരിത്രവും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ശരീരവും അവളുടെ സൗന്ദര്യങ്ങളും എല്ലാം മറ്റുള്ളവരിൽ നിന്നും സുരക്ഷിതമായി കൊണ്ടുപോയി നടന്ന് എനിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച് എൻ്റെ വീട്ടിൽ എന്തിയാ ജീവിക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് ദർസ് നടത്തുന്നതിന് എന്ത് കൂലിയുണ്ടോ അതേ കൂലി ആർക്കുണ്ട്? എൻ്റെ ഭാര്യയ്ക്കും രേഖപ്പെടുത്തപ്പെടും. ഹദീസാണ്. അപ്പോൾ ഭർത്താവ് ദീനീ സേവനത്തിന് പോകുമ്പോൾ ഭർത്താവിന്റെ പിന്നിൽ അയാളുടെ കുടുംബത്തിൽ എന്തിയ പ്രതിനിധിയായി, പകരക്കാരനായി, പകരക്കാരിയായി ഒരു ഭാര്യ ജീവിച്ചാൽ, ആ ഭർത്താവ് ഏത് ദീനീ സേവനമാണോ ചെയ്യുന്നത് അവൾ ചെയ്യണ്ട, അവൾ ദർസ് നടത്തണ്ട, അവൾ ബുഹാരി പഠിപ്പിക്കണ്ട, ഒരു കിതാബ് പഠിപ്പിക്കണ്ട, വീട്ടിലിരുന്നാൽ മതി. കൂലി ഇങ്ങനെ അവളുടെ അക്കൗണ്ടിലേക്ക് രേഖപ്പെട്ടുകൊണ്ടിരിക്കും. അത്ര പവറാണ് ഒരു പണ്ഡിതന്റെ ഭാര്യയാകാൻ ഒരാൾക്ക് കഴിഞ്ഞാലുള്ള പുണ്യം. പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോൾ മനസ്സിലാക്കുന്നത് പലരും. സമ്പത്തിന്റെ ഒക്കെ പേരിൽ കുറെ എന്ത് ചെയ്യുന്നുണ്ട്, സമ്പത്തുള്ളവരെ സമ്പന്നന്മാരെയൊക്കെ എന്ത് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ കുറെ ഉണ്ടാവുന്നതിനോട് കൂടെ സമ്പന്നന്മാരെയൊന്നും വേണ്ട, ഒരു ആലിമിനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കാരണം എന്താ, സമ്പത്തൊക്കെ എന്താ ഉള്ളത് കിതാബിൽ? ലില്ലുൻ സായിലുൻ, നീങ്ങിപ്പോകുന്ന നിഴലാണ്. അതൊരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടാണെങ്കിൽ അടുത്ത ദിവസം അങ്ങോട്ട് പോകും. കാരണം പഴയ മുതലാളിമാരൊക്കെ ഇന്ന് തൊഴിലാളിമാരാണ്, പഴയ തൊഴിലാളിമാരൊക്കെ ഇന്ന് മുതലാളിമാരുമാണ്. ഇത് അപ്പൊ ശരിയാണല്ലേ വന്നത്? ദില്ലും സായിലും എന്ന ആ ഭാഷ, കിതാബിന്റെ ഭാഷ ശരിയല്ലേ? കാരണം പണ്ട് കാലത്ത് ദരിദ്രവാസികളായിരുന്ന പലരും ആരാ? ഇന്ന് മുതലാളിമാരാ. പണ്ട് മുതലാളിമാരായിരുന്ന പലരും അവരുടെ വീട്ടിലെ പണിക്കാരുമാണ്. എത്ര എണ്ണം കൊണ്ട് കഥകൾ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സമ്പത്തും ഒക്കെ ആവശ്യമുള്ളവർ ലാ ഹൗല ജില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ചൊല്ലിയാൽ ദാരിദ്ര്യ രോഗം ഇവനിൽ നിന്ന് പോവും, ഇഷ്ടം പോലെ സമ്പത്ത് വരും. ഇത് എവിടെയെങ്കിലും ഒരു കാക്ക പറഞ്ഞതല്ല. റസൂലുള്ളാഹി അലി ഇബ്നു അബീ താലിബിനോട് ലാ തത്റുകന്ന, നീ എന്ത് ചെയ്യരുത്, ദുഹാ നിസ്കാരം ഉപേക്ഷിക്കരുത്, ലാ ഹൗല ജല്ലലും ഉപേക്ഷിക്കരുതെന്ന് അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ലാ ഹൗല ഒഴിവാക്കരുത്, ചൊല്ലിക്കൊള്ളണം. റസൂലുള്ളാഹിന്റെ ഉപദേശം.